ഹായ് എവരിവൺ, വെൽക്കം ടു കാൻഡൻ ടോക്സ്. ഒരു കാളവണ്ടിയിൽ 2 കാളകൾ കൂറ്റൻ മരക്കഷ്ണങ്ങൾ വലിച്ചുകൊണ്ട് പോവുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഈ കാളകളൊക്കെ ക്ഷീണിച്ചു. അപ്പോൾ അവരുടെ നടപ്പൊക്കെ പതിയായി. ഒരു മരത്തടി ഈ കാളകളെ കളിയാക്കി, ഞങ്ങളുടെ ഭാരം കൊണ്ട് നിങ്ങളാകെ ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെ ഒരു സ്ഥാനത്ത് എത്തിക്കുന്നത് വരെയുള്ളൂ ഞങ്ങളുടെ ക്ഷീണം. അതിലൊരു കാള മറുപടി പറഞ്ഞു, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിധി വേറൊന്നാണ്, നിങ്ങളെ വെട്ടി മുറിച്ച് മരക്കഷ്ണങ്ങളാക്കും. ഇതിൻ്റെ രത്നചുരുക്കം ഇത്രയാണ്: അനുഗ്രഹങ്ങളും ആപത്തുകളും അതിങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അത് ഒരാളുടെ കൂടെ എക്കാലവും നിൽക്കില്ല. ഒരായുസ് മുഴുവൻ ഒരാളുടെ ജീവിതം ആഹ്ലാദപൂർണ്ണമായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഒരാളുടെ ജീവിതം ദുരിതപൂർണ്ണമാവണമെന്നില്ല ഒരായുസ് മുഴുവൻ. നമ്മുടെ ദുഃഖ സമയങ്ങളിൽ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു അമാവാസിയിൽ ഒരു മിന്നാമിനുങ്ങായിട്ടിരിക്കാൻ നമുക്കും കഴിയണം. ചില ആളുകളൊക്കെ അത്യാപത്തിൽ പോയി പെടുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബലഹീനതകൾ കൊണ്ടായിരിക്കും. പക്ഷെ അവർക്ക് അന്തസ്സും അഭിമാനവും ഒക്കെയുണ്ട്. അവരെ മുറിപ്പെടുത്തുന്നത് അവരുടെ ഈ വീഴ്ചയോ തളർച്ചയോ അല്ല, മറ്റുള്ളവരുടെ അധിക്ഷേപങ്ങളാണ്. പരിദേവനങ്ങളിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാവില്ല. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സന്തോഷവും ഒരായുഷ്കാലത്ത് എല്ലാവരുടെയും ജീവിതത്തിൽ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. സന്തോഷം വരുമ്പോൾ അമിതാവേശം കൂടുകയോ അല്ലെങ്കിൽ ദുഃഖങ്ങൾ വരുമ്പോൾ നിരാശ ബാധിക്കാതെ നമുക്ക് വളരെ പക്വതയോടുകൂടി ഈ സ്ഥിതിവിശേഷങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമായി തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വയ്ക്കുക, മറ്റുള്ളവരുടെ ദുരിത സമയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളിൽ, അവരുടെ കറുത്ത ദിനങ്ങളിൽ ഒരു മിന്നാമിനുങ്ങായിട്ട് നമുക്ക് തിളങ്ങാൻ കഴിയണം. നാളെ കാണാം. See you next time. Like and share the video. Bye. Expect nothing and appreciate everything.